കുഞ്ഞുങ്ങൾക്ക് നിറം വെക്കാനും ശബ്ദം നന്നാവാനും പ്രതിരോധ ശേഷിയൊക്കെ കൂടാനും ഈ തേൻ കൊടുക്കുന്നത് നല്ലതാണോ ഡോക്ടറെ? ഇതെന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. തേൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് വീട്ടിലെ അമ്മാമ്മയുടെ അഭിപ്രായം. അമ്മാമ്മയ്ക്ക് തേൻ വളരെ നല്ലതാണ്, പക്ഷെ 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് തേൻ കൊടുക്കുന്നത് അത്ര നല്ലതല്ല. ചില ആൾക്കാർ ഈ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ, അതായത് ഉണ്ടായ നമ്മുടെ ഈ നവജാത ശിശുക്കൾക്ക് തന്നെ ഈ തേനും വയമ്പും ഒക്കെ കൊടുക്കുന്ന ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ വിചാരിക്കും ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ചെയ്യുമോയെന്ന്. പക്ഷേ ഇത് എല്ലാ വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ തേൻ നല്ലതല്ലേ, അതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളില്ലേ, ഈ പറഞ്ഞ പോലെ പ്രതിരോധ ശേഷിയൊക്കെ കൂട്ടത്തില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ അവരുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം അത്ര മെച്യൂർ ആയിട്ടില്ല. നമ്മുടെ ഈ തേനിൻ്റെ അകത്ത് കൊളസ്ട്രീഡിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ ഒരുപാട് സ്പോർസ് ഉണ്ട്. അത് നമ്മുടെ ഈ നല്ലപോലെ മെച്യൂർ ആവാത്ത ഈ കുഞ്ഞുങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ബാക്ടീരിയ അവിടെ നിന്നൊരു സ്പോർസ് റിലീസ് ചെയ്ത് ഇത് കുഞ്ഞുങ്ങളിൽ വളരെ റെയർ ആയിട്ടും പക്ഷെ വളരെ സീരിയസ് ആയിട്ടും ഇൻഫൻറ്റൈൽ ബോട്ടലിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും. എന്താണ് ഇൻഫൻറ്റൈൽ ബോട്ടലിസം? ഈ ഹണിയിലുള്ള ഈ ബാക്ടീരിയ റിലീസ് ചെയ്യുന്ന വളരെ മാരകമായിട്ടുള്ള ഒരു ടോക്സിൻ മൂലമാണ് ഈ കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഇത് കുഞ്ഞുങ്ങളിൽ സീരിയസ് ആയിട്ടുള്ള മസിൽ വീക്ക്നെസ്, അതുപോലെ തന്നെ ബ്രീതിങ് ഡിഫിക്കൽറ്റി, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് പതിയെ പതിയെ കൂടി കുഞ്ഞുങ്ങളിൽ മരണം വരെ സംഭവിക്കാനുള്ള കാരണമാകുന്നു. ഇനി ഇതൊക്കെ നമുക്ക് എങ്ങനെ നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും? കുഞ്ഞുങ്ങളിൽ പാല് കുടിക്കാനുള്ള ബുദ്ധിമുട്ട്, ക്ഷീണം, തളർച്ച, കോൺസ്റ്റിപ്പേഷൻ, അതായത് അവർക്ക് മോഷൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമുക്കറിയാം, ഇപ്പോൾ OPയിലൊക്കെ ഇപ്പം നടന്നു തുടങ്ങാൻ താമസം അല്ലെങ്കിൽ തളർച്ചയുള്ള കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ പേരൻസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സിന് മുന്നേ ഹണി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ വീട്ടിലുള്ള നമ്മുടെ അമ്മാമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങൾക്ക് നിറം വെക്കാനോ പ്രതിരോധ ശേഷി കൂടാനോ ഒക്കെ ആയിട്ട് ഈ 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞു വാവകൾക്ക് ദയവായിട്ട് തേൻ കൊടുക്കരുത്. പിന്നെ നമുക്ക് 6 മാസത്തിന് ശേഷം മധുരത്തിന് വേണ്ടിയിട്ട് മറ്റു പല കാര്യങ്ങളൊക്കെ നമുക്ക് സേഫായിട്ട് കൊടുക്കാവുന്ന കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒഴിവാക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഒന്ന്, വെള്ളം കൊടുക്കരുത്. അതുപോലെ തന്നെ ഈ പാൽക്കായം, ഒരമരുന്ന്, ഗ്രേപ്പ് വാട്ടർ എന്നിങ്ങനെ യാതൊരു സാധനങ്ങളും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. ഇനി വെള്ളം കൊടുക്കരുതെന്ന് പറഞ്ഞു, അതിൻ്റെ റീസൺ എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഫോർ അവർ ലിറ്റിൽ ബൂബൂസ്, ഹാപ്പി പാരന്റിംഗ് വിത്ത് കുട്ടി ഡോഗ്.